നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ വി.ഡി. സതീശന് അനുകൂല പ്രകടനം നടത്തിയ 4 പ്രാദേശിക നേതാക്കളെ പാർട്ടി പദവികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി DCC നേതൃത്വം അറിയിച്ചു. കൺസർവേറ്റീവ് ആൻഡ് എൻഡോഡോണ്ടിക് സൊസൈറ്റി ഓഫ് കേരള സംഘടിപ്പിക്കുന്ന സീസോക് മിഡ് ടേം കോൺഫറൻസും PG കൺവെൻഷനും മെയ് 9 മുതൽ 10 വരെ അല്ലസർ ഡെന്റൽ കോളേജിൽ നടക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എൻഡോമെട്രിയോസിസ് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് കാരിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം പച്ചടി ഇരട്ട കൊലപാതക കേസിലെ പ്രതി സജി 8 വർഷം മുൻപ് കാണാതായ പിതാവിനെ കൊലപ്പെടുത്തിയത് സംശയം. അന്വേഷണം പുരോഗമിക്കുകയാണ്. വാർത്തകൾ വിശദമായി. ഇടുക്കിയിൽ വി.ഡി. സതീശന് അനുകൂല പ്രകടനം നടത്തിയ 4 പ്രാദേശിക നേതാക്കളെ പാർട്ടി പദവികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി DCC നേതൃത്വം അറിയിച്ചു. ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച് പരസ്യമായി പ്രകടനം നടത്തിയതിനാണ് നടപടി. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് DCCയുടെ വിശദീകരണം. നടപടികൾക്കിടയിലും നേതാക്കളെ പിന്തുണച്ചുള്ള ഫ്ലക്സ് യുദ്ധം ഇടുക്കിയിൽ തുടരുകയാണ്. വ്യാഴാഴ്ചയാണ് വി.ഡി. സതീശനെ അനുകൂലിച്ച് തൊടുപുഴയിൽ ഒരു വിഭാഗം പ്രകടനം നടത്തിയത്. വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയായിരുന്നു പ്രകടനത്തിന് ആഹ്വാനം. ഇതിനെതിരെ ഇടുക്കിയിൽ നിന്നുള്ള KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ DCC വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രതിഷേധം അറിയിച്ചു. പിന്നാലെ DCC ജനറൽ സെക്രട്ടറി VE താജുദ്ദീൻ, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു, കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ജോയി മൈലാടി, തൊടുപുഴ ബ്ലോക്ക് സെക്രട്ടറി റോബിൻ മൈലാടി എന്നിവരെ പദവികളിൽ നിന്നും DCC നീക്കം ചെയ്തു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതാണ് DCCയുടെ വിശദീകരണം. നടപടികൾക്കിടയിലും നേതാക്കളെ പിന്തുണച്ചുള്ള ഫ്ലക്സ് യുദ്ധം ഇടുക്കിയിൽ തുടരുകയാണ്. അടിമാലിയിലും മാങ്കുളത്തും കട്ടപ്പനയിലും രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ച് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കൺസർവേറ്റീവ് ആൻഡ് എൻഡോഡോണ്ടിക് സൊസൈറ്റി ഓഫ് കേരള സംഘടിപ്പിക്കുന്ന സീസോക് മിഡ് ടേം കോൺഫറൻസും PG കൺവെൻഷനും മെയ് 9 മുതൽ 10 വരെ അല്ലസർ ഡെന്റൽ കോളേജിൽ നടക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദന്ത ചികിത്സാ രംഗത്തെ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും ഇത് മികച്ച ശാസ്ത്രീയ വേദിയായിരിക്കുമെന്നും അവർ വ്യക്തമാക്കി. കൺസർവേറ്റീവ് ആൻഡ് എൻഡോഡോണ്ടിക് സൊസൈറ്റി ഓഫ് കേരള സംഘടിപ്പിക്കുന്ന 23ാമത് സീസോക് മിഡ് ടേം കോൺഫറൻസും 15ാമത് PG കൺവെൻഷനും മെയ് 9, 10 തീയതികളിൽ അല്ലസർ ഡെന്റൽ കോളേജിൽ നടക്കും. സമ്മേളനത്തിൽ 250ഓളം ഡോക്ടർമാരും PG വിദ്യാർത്ഥികളും പങ്കെടുക്കും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളതും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതുമായ എൻഡോഡോണ്ടിക്സ് വിദഗ്ധർ ക്ലാസുകൾ നയിക്കും. ശാസ്ത്രീയ സെഷനുകളും ഉണ്ടായിരിക്കും. PG ഡോക്ടർമാരുടെ 90ഓളം പേപ്പർ പ്രസന്റേഷനുകളും 40 പോസ്റ്റർ പ്രസന്റേഷനുകളും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. ആധുനിക ദന്ത ചികിത്സാ രീതികൾ, പുതിയ എൻഡോഡോണ്ടിക് സാങ്കേതിക വിദ്യകൾ, ഗവേഷണ പുരോഗതികൾ എന്നിവ ചർച്ച ചെയ്യപ്പെടുന്ന സമ്മേളനം ദന്ത ചികിത്സാ രംഗത്തെ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും മികച്ച ശാസ്ത്രീയ വേദിയായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കേരളത്തിലുടനീളമുള്ള എല്ലാ കോളേജുകളിൽ നിന്നും PG സ്റ്റുഡൻസും അതുപോലെ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന എൻഡോഡോണ്ടിക് വിഭാഗത്തിലെ പ്രധാനികളായ ഡോക്ടർമാരും അവിടെ തന്നെയുള്ള PG ഡിപ്പാർട്ട്മെന്റിൽ പഠിപ്പിക്കുന്ന HODസും പ്രൊഫസേഴ്സും സീനിയർ ലെക്ചർമാരും അസോസിയേറ്റ് പ്രൊഫസേഴ്സുമാണ് ഇതിൻ്റെ പങ്കെടുക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നമുക്ക് 90ഓളം പേപ്പർ പ്രസന്റേഷൻസ് PG കുട്ടികളുടെയും 40ഓളം പോസ്റ്റർ പ്രസന്റേഷൻസ് PG കുട്ടികളുടെയും ഉണ്ടാകുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഇന്ത്യക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ഇന്റർനാഷണൽ സ്പീക്കേഴ്സ്, നമ്മുടെ വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഇന്റർനാഷണൽ സ്പീക്കേഴ്സിന്റെ ടോക്കുകളും അവരുടെ റിസർച്ച് പ്രാവീണ്യത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നതുമായ 3-4 ലെക്ചർ, മൊത്തം 5 ലെക്ചർ വിഭാഗങ്ങൾ ലെക്ചേഴ്സ് ഉണ്ടാവുന്നതാണ്. ബാക്കി അവരുടെ പ്രവൃത്തി പരിചയവും അവരുടെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൻഡോഡോണ്ടിക്സ് ഫീൽഡിലുള്ള അവരുടെ അറിവുകളും അവർ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നതാണ്. ഏകദേശം 250-ന് മേളിൽ ആളുകൾ PG വിദ്യാർത്ഥികളും ഡോക്ടർമാരുമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത് 9-10 തീയതികളിലാണ് ഇത് മെയിനായിട്ട് നടത്തപ്പെടുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡെന്റൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ KM ഫൈജാസ് മൂസ, പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈനി ജോസഫ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ അരുൺ തോമസ് ആലപ്പാട്ട്, കൺസർവേറ്റീവ് ആൻഡ് എൻഡോഡോണ്ടിക്സ് വിഭാഗം മേധാവി ഡോക്ടർ എബി കുരുവിള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. എൻഡോമെട്രിയോസിസ് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് കാരിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മഞ്ജു ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട്, മുനിസിപ്പൽ കൗൺസിലർ PA ഷാഹുൽ ഹമീദ് എന്നിവർ ആശംസകൾ നേർന്നു. 60ഓളം വനിതകൾ ക്യാമ്പിൽ പങ്കെടുക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്തു.
എൻഡോമെട്രിയോസിസ് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് കാരിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ നമ്മുടെ ജീവിത രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെ വളരെ പ്രാധാന്യവും പ്രസക്തിയുമുള്ള വിഷയങ്ങളാണ് ഇന്നിവിടെ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു കാലഘട്ടം വരെ സ്ത്രീകൾ പീരിയഡ്സ് അല്ലെങ്കിൽ ആർത്തവോ അല്ലെങ്കിൽ ഗർഭധാരണം വരെ അല്ലെങ്കിൽ യൂട്രസോ ഇതുമൊക്കെയായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ മൂടി വയ്ക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, പ്രായം ചെന്ന അമ്മമാരുമൊക്കെ ആയിട്ട് പലരുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് ഇതുപോലുള്ള വിഷയങ്ങൾ അത് നിയന്ത്രണത്തിലല്ലാതാവുകയും കാരണം മൂടി വയ്ക്കുക, നാണക്കേടാ ഇത് പറയാൻ. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മഞ്ജു ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട്, മുനിസിപ്പൽ കൗൺസിലർ PA ഷാഹുൽ ഹമീദ് എന്നിവർ ആശംസകൾ നേർന്നു. സ്ത്രീ രോഗങ്ങൾക്കായുള്ള സർക്കാർ ആയുർവേദ ചികിത്സാ പദ്ധതിയായ പ്രസൂതി തന്ത്ര പദ്ധതി കൺവീനർ ഡോക്ടർ മിനി P, ഡോക്ടർ ശ്രീദേവി S എന്നിവർ നേതൃത്വം നൽകി. 60ഓളം വനിതകൾ ക്യാമ്പിൽ പങ്കെടുക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടി നേടിയ വൻ ഭൂരിപക്ഷ വിജയത്തെ തുടർന്ന് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അധികാര തർക്കം തുടരുന്നതിനിടെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തും. UDFന്റെ ബാനറിൽ കോഴിക്കോട് കുറ്റ്യാടിയിൽ നടന്ന ജാഥയിൽ നിരവധി കോൺഗ്രസ് IUML പ്രവർത്തകർ പങ്കെടുത്തു. പ്രചാരണത്തിന് നേതൃത്വം നൽകിയ VD സതീശൻ സർക്കാരിനെ നയിക്കണമെന്ന് പ്രസ്താവിച്ചും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. സ്വമേധയാ വന്ന് ഈ VD സതീശന് പിന്തുണ അർപ്പിക്കാൻ വന്ന ജനങ്ങളാണിത്, അഭിവാദ്യം അർപ്പിക്കാൻ വന്ന ജനങ്ങളാണിത്. അതുകൊണ്ട് കേരളം VD സതീശൻ തന്നെ നയിക്കണം എന്ന ആഗ്രഹമാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും. അത് രാഷ്ട്രീയ ജാതി ഭേദമന്യേ മുഴുവൻ ജനങ്ങൾക്കും ആഗ്രഹം VD സതീശൻ തന്നെ നയിക്കണമെന്നാണ്. നിങ്ങൾക്കായിരം അഭിവാദ്യം, നിങ്ങൾക്കായിരം അഭിവാദ്യം, ആയിരം ആയിരം അഭിവാദ്യം, ആയിരം ആയിരം അഭിവാദ്യം. നിങ്ങൾ ഞങ്ങൾക്ക് ആവേശം, നിങ്ങൾ ഞങ്ങൾക്ക് ആവേശം, നിങ്ങൾ ഞങ്ങൾക്ക് ആവേശം, നിങ്ങൾ ഞങ്ങൾക്ക് ആവേശം. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെയും വാണിജ്യ നഗരങ്ങളായ കട്ടപ്പനയെയും നെടുങ്കണ്ടത്തെയും എറണാകുളവുമായും മൂവാറ്റുപുഴയുമായും തൊടുപുഴയുമായും എളുപ്പമാർഗത്തിൽ ബന്ധിപ്പിക്കുന്ന ഉടുമ്പന്നൂർ ചെറുതോണി തുരങ്കപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈവേ വികസന സമിതി രൂപീകരിച്ചു. കോടിക്കുളം സെന്റ് ആൻസ് പള്ളി വികാരി ഫാദർ ജോൺസൺ പഴയപിടിക്കയിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോണി മുണ്ടയ്ക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെയും വാണിജ്യ നഗരങ്ങളായ കട്ടപ്പനയെയും നെടുങ്കണ്ടത്തെയും എറണാകുളമായും മൂവാറ്റുപുഴയുമായും തൊടുപുഴയുമായും എളുപ്പമാർഗത്തിൽ ബന്ധിപ്പിക്കുന്ന ഉടുമ്പന്നൂർ ചെറുതോണി തുരങ്കപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈവേ വികസന സമിതി രൂപീകരിച്ചു. കോടിക്കുളം സെന്റ് ആൻസ് പള്ളി വികാരി ഫാദർ ജോൺസൺ പഴയപീടികയിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. പെരുമാങ്കണ്ടം വരെ വഴി പണ്ട് അങ്ങ് നിന്നു പോയായിരുന്നു. അതിനുശേഷം ഞാൻ നേരിട്ട് പോയി ഇവരെ കണ്ടു, അപ്പോൾ ഈ കാര്യങ്ങൾ കണ്ടു. പക്ഷെ അവരന്നേരം അത്ര സഹകരിക്കാതെ പിന്നെ കോടതിയിൽ പോകേണ്ടി വന്നു. ഒരു ഇന്റർവ്യൂ ഓർഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്റർവ്യൂ ഓർഡർ അനുസരിച്ച് ഇപ്പോൾ ഹൈവേ ആക്ട് അനുസരിച്ച് പുറംപോക്ക് കൃത്യമായി അളന്ന് തിരിച്ച് കല്ലിടാനുള്ള ഒരു ഓർഡർ, ഇന്റർവ്യൂ ഓർഡർ. ആ ഓർഡർ അനുസരിച്ചാണ് ഇപ്പോൾ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനിടയിലാണ് നമുക്ക് പെരുമാങ്ങണ്ടം മുതൽ ഈ മുസ്ലിം പള്ളി വരെ അവിടെയുള്ള ആ വഴി പണിയാനായി ഇതിനു മുമ്പേ കല്ലിട്ട് തിരിക്കുമെന്ന രീതിയിൽ നമ്മുടെ ജനപ്രതിനിധികളുടെ ഒരു പ്രത്യേക സഹായം കൊണ്ട് പ്രത്യേകിച്ച് PG ജോസഫ് ഭാഗത്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം 6 കോടി രൂപ നമുക്ക് അനുവദിച്ചു. അവിടെ ഈ പറയുന്ന ഈ എന്താണ് ആ വഴി തീർന്നു നിൽക്കുന്ന സ്ഥലത്തു നിന്ന് പെരുമാങ്ങണ്ടം മുതൽ ഈ മുസ്ലിം പള്ളി വരെ. പക്ഷെ അന്നേരം അവിടെ കല്ലിട്ട് തിരിക്കാത്തത് കൊണ്ട് നമുക്ക് പണി നടത്താൻ അന്ന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഫണ്ട് ലാപ്സ് ആയി പോകാൻ സാധ്യത. അപ്പൊ ഞാൻ ഒരു കാരണവശാലും ലാപ്സ് ആക്കേണ്ട, കോടിക്കുളം തർക്കമില്ലാത്ത സ്ഥലമാണല്ലോ, ഇങ്ങോട്ട് കടത്തിവിടാം, അവിടുത്തെ ഫണ്ട് നമുക്ക് പിന്നെ മതി. അങ്ങനെയാണ് ആ 6 കോടി രൂപ ഇങ്ങോട്ട് കിട്ടി. അപ്പൊ ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ പണം അനുസരിച്ച് പണികൾ നടക്കുന്നുണ്ടോ നമ്മൾ നോക്കുന്നത് നല്ലതാണ്, നന്നായിട്ട് പണി എന്നുള്ളത് കരുതുകയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ മുതൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ തുരങ്കത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്.
അപ്പൊ ആ നിലയിലേക്ക് ഇതാണ് ഒരു ചരിത്രം. ഒരുപാട് പേര് അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ചീത്ത കേട്ടിട്ടുണ്ട്. ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊക്കെ ഇത് വരും. അപ്പോൾ ഒന്നും പുറകോട്ട് പോകരുത്. ഇവിടെ അച്ഛൻ ജോൺസൺ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോണി മുണ്ടയ്ക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോർജ് കിഴക്കനത്തിൽ ഈ റോഡിന് വേണ്ടി അത്യധ്വാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പരിശ്രമം മൂലമാണ് ഈ മൂവാറ്റുപുഴ മുതൽ പെരുമാങ്ങണ്ടം വരെ ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിനുശേഷവും ഉണ്ടായിട്ടുള്ള കേസ് നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. അതിന്റെ കേസ് പര്യാപ്തിയിലെത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മൂവാറ്റുപുഴ തേനി ഹൈവേ സെൻട്രൽ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഫാദർ ജോസ് കിഴക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ ജോൺസൺ മൂലയിൽ വികസന സമിതി രൂപീകരണ ലക്ഷ്യങ്ങൾ അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ ദീപു കണ്ണമ്പുഴ, ടോമി ജേക്കബ്, ഫിലിപ്പ് പടിഞ്ഞാറക്കര, ജയൻ കുന്നുംപുറത്ത്, ബാബു തറയിൽ, ഇന്ദ്രജിത്ത് കൃഷ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെടുങ്ങാട് പച്ചടി ഇരട്ട കൊലപാതക കേസിലെ പ്രതി സജി 8 വർഷം മുൻപ് കാണാതായ പിതാവിനെ കൊലപ്പെടുത്തിയെന്ന് സംശയം. പിതാവ് മാത്യുവിനെ കൊലപ്പെടുത്തി സജി കുഴിച്ചുമൂടിയെന്നാണ് സംശയിക്കുന്നത്. പുരയിടം കുഴിച്ച് തെളിവെടുപ്പ് പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയിരുന്നു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം വിദ്യാർത്ഥികൾ മൈക്രോ കൺട്രോളറും സെൻസറുകളും ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഹൈഡ്രോപോണിക്സ് സംവിധാനം ശ്രദ്ധേയമായി. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സുനൈന ഐസക്കിന്റെ മേൽനോട്ടത്തിലാണ് വിദ്യാർത്ഥികൾ ചേർന്ന് ഇൻഡോർ ഹൈഡ്രോപോണിക്സ് സംവിധാനം വികസിപ്പിച്ചത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ അധികം വൈകാതെ തന്നെ ഈ സംവിധാനം ലഭ്യമാക്കുമെന്ന് കോളേജ് മാനേജർ മോൺസൺ ഡോക്ടർ പയസ് മലയകണ്ഠത്തിൽ അറിയിച്ചു. മൈക്രോ കൺട്രോളറും സെൻസറുകളും ഉപയോഗിച്ച് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഹൈഡ്രോപോണിക്സ് സംവിധാനം ശ്രദ്ധേയമായി. ഹൈഡ്രോഗ്രോ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയ 3 റാക്ക് ഇൻഡോർ സംവിധാനം മണ്ണില്ലാതെ വെള്ളവും പോഷകങ്ങളും കാര്യക്ഷമമായി ഉപയോഗിച്ച് മികച്ച വിളവ് നൽകുന്ന ഒരു ആധുനിക കൃഷിരീതിയാണ്. ഈ സിസ്റ്റത്തിന്റെ പ്രധാന സവിശേഷതകൾ നിരന്തര നിരീക്ഷണം, pH, TDS, ജലത്തിന്റെയും അന്തരീക്ഷത്തിന്റെയും താപനില, ഈർപ്പം, ജലനിരപ്പ് എന്നിവ സെൻസറുകൾ വഴി തത്സമയം നിരീക്ഷിക്കുന്നു. ഓട്ടോമേഷന് വേണ്ടി പെരിസ്റ്റാൾട്ടിക് പമ്പുകൾ, സോളിനോയിഡ് വാൽവുകൾ എന്നിവ ഉപയോഗിച്ച് പോഷകങ്ങൾ ചേർക്കുന്നതും pH ക്രമീകരിക്കുന്നതും തനിയെ നടക്കുന്നു. ദൂരെ ഇരുന്ന സിസ്റ്റത്തിന്റെ അവസ്ഥ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും വേണ്ടി ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ സഹായത്തോടെ ബ്ലിങ്ക് ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ, ഫ്ളാറ്റുകൾ, വീടുകൾ, നഗരകൃഷി എന്നിവയ്ക്ക് അനുയോജ്യമായ ഊർജ്ജക്ഷമയുള്ളതും ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്നതുമായ ഒരു സ്മാർട്ട് കൃഷിരീതിയാണ് ഹൈഡ്രോഗ്രോ. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിയൻ ഫിലിം ടെക്നിക്. ഹൈഡ്രോപോണിക്സ് പല രീതിയിൽ വളർത്താൻ പറ്റും. ന്യൂട്രിയൻ ഫിലിം ടെക്നിക് എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് ഒരു തിൻ ഫിലിം ഓഫ് ന്യൂട്രിയൻ റിച്ച് വാട്ടർ ഈ ചാനലിൽ കൂടെ ഫ്ലോ ചെയ്യും. അത് ചെടി അബ്സോർബ് ചെയ്യും. സ്പോഞ്ചും കൊക്കോപ്പിറ്റൊക്കെ വെച്ച് നിറച്ച് ഇവിടെ ഓരോ കപ്പിലും ചെടികൾ. ഇത് പെരിസ്റ്റാൾട്ടിക് പമ്പാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ പ്രിസൈസ് ആയിട്ട് ലിക്വിഡ് ml പ്രിസൈസ് ആയിട്ട് ഡിസ്പെൻസ് ചെയ്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു TDS സെൻസർ ഉണ്ട്. അത് ന്യൂട്രിയൻ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യും. എന്നിട്ട് കൂടുതലോ കുറവുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി 2 സൊല്യൂഷൻ ഉണ്ട്, ന്യൂട്രിയൻ്റെയും ന്യൂട്രിയൻ്റെയും, അത് ഡിസ്പെൻസ് ചെയ്യും. ഇതൊക്കെ യൂഷ്വലി മാനുവലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. സോ അത് ഓട്ടോമേറ്റഡ് ആക്കാൻ വേണ്ടിയാണ്. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രോലൈറ്റ്. ഇത് ഗ്രോലൈറ്റ് ആണ്, ഫുൾ സ്പെക്ട്രം ഗ്രോലൈറ്റ് ആണ്. അതായത് ഇൻഡോർ ആയതുകൊണ്ട് സൂര്യന് വരെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കൊടുക്കാൻ വേണ്ടി ഇത് ഇതുപോലെ തന്നെ വയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതും ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തതാണ്. പിന്നെ അതിനകത്തൊരു സബ്മേഴ്സിബിൾ പമ്പുണ്ട്. ആ പമ്പ് ഫുൾ ടൈം വർക്ക് ചെയ്താണ് വെള്ളം സർക്കുലേറ്റ്. മണ്ണില്ലാത്ത സ്ഥലങ്ങളിലും സുസ്ഥിരമായ കൃഷി ഉറപ്പാക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നു. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സുനൈന ഐസക്കിന്റെ മേൽനോട്ടത്തിൽ വിദ്യാർത്ഥികളായ ഇർഫാൻ അബ്ദുൾ അസീസ്, ആൻഡ്രിയൽ മരിയ, അവിൻ സുരേഷ്, സഞ്ജയ് ജയമോൻ എന്നിവർ ചേർന്നാണ് ഇൻഡോർ ഹൈഡ്രോപോണിക്സ് സംവിധാനം വികസിപ്പിച്ചത്. കൃഷിഭൂമി കുറഞ്ഞു വരികയും ഉള്ള ഭൂമിയിൽ കൃഷി ചെയ്യാൻ ആളെ ലഭിക്കാതെ വരികയും ജനസാന്ദ്രത കൂടിയ നഗരപ്രദേശങ്ങളിലെ മട്ടുപ്പാവ് കൃഷിരീതികൾക്കും ഏറ്റവും അനുയോജ്യമാണ്
ഹൈഡ്രോഗ്രോ കൃഷിരീതി. വ്യാവസായിക അടിസ്ഥാനത്തിൽ അധികം വൈകാതെ തന്നെ ഈ സംവിധാനം ലഭ്യമാക്കുമെന്ന് കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലക്കണ്ടത്തിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7012762838 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിയുക്ത MLA അബു ജോൺ ജോസഫ് വണ്ണപ്പുറം പഞ്ചായത്തിലെ വോട്ടർമാരോട് നന്ദി പറയുന്നതിന് വെള്ളിയാഴ്ച വണ്ണപ്പുറത്ത് വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. കന്നി അംഗത്തിനിറങ്ങിയ ശ്രീ പി ജെ ജോസഫിന്റെ 56 വർഷത്തെ തൊടുപുഴയാക്കിയ ഇടുക്കിയെ മിടുക്കിയാക്കിയ പ്രവർത്തനങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി പാത പിന്തുടർന്ന് കന്നി അംഗത്തിനിറങ്ങിയ എനിക്ക് നൽകിയ 44,291 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ നാട്ടുകാർ പി ജെ ജോസഫിന് നൽകിയ ഒരു നന്ദി പ്രകടനവും അതിനോടൊപ്പം തന്നെ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വലിയ വിശ്വാസവുമാണെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ആ വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടാതെ ഈ വരുന്ന 5 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാ കോണുകളിലും ഓടി നടന്ന് നിങ്ങളിൽ ഒരുവനായി, നിങ്ങളുടെ ഒരു കൂടപ്പുറപ്പായി, നിങ്ങളുടെ ഒരു സഹോദരനായി, ഒരു സുഹൃത്തായി നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയായി ഞാൻ ഈ നാട്ടിലുണ്ടാവും. നിങ്ങളുടെ സുഖങ്ങളും ദുഃഖങ്ങളും, നിങ്ങളുടെ സന്തോഷങ്ങളും, നിങ്ങളുടെ ആവശ്യങ്ങളും പരാതികളും, നിങ്ങളുടെ വികസന സ്വപ്നങ്ങളുമൊക്കെ അത് സ്വീകരിച്ച്, അത് ചർച്ച ചെയ്ത്, അത് മുന്നോട്ട് നീക്കുന്നതിനുള്ള ഒരു നടപടിയുമായി പോകുവാൻ നമുക്ക് തോളോട് തോൾ ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം. ഈ തൊടുപുഴ നിയോജക മണ്ഡലത്തെ ഒരു പുതിയ തലത്തിലേക്ക് നമുക്ക് നയിച്ചുകൊണ്ട് പോകണം. ഇവിടുത്തെ സമസ്ത മേഖലയിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ഈ മേഖലയുടെ സമഗ്ര വികസനത്തിനായി നമുക്ക് ഏവർക്കും ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. കേരളത്തിലെ നമ്പർ 1 നിയോജക മണ്ഡലമായി നമുക്ക് തൊടുപുഴയെ മാറ്റാമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് UDFന്റെ വിജയത്തിനായി അഹോരാത്രം പ്രയത്നിച്ച UDFന്റെ ടീം UDFന് ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി അർപ്പിച്ചുകൊണ്ട് എന്നെ വോട്ട് ചെയ്തതിന് ഇവിടെ നിന്നും നമ്മുടെ നിയമനിർമ്മാണ സഭയിലേക്ക് നമ്മുടെ ശബ്ദമാക്കുവാൻ വേണ്ടി പറഞ്ഞു വിട്ട ഈ നാട്ടിലെ സ്നേഹമുള്ള ഇവിടുത്തെ നാട്ടുകാർക്കും സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വീകരണം, ആ സ്വീകരണത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പെൺകുട്ടികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് ചാരുതയേകുവാൻ തൊടുപുഴ അമ്പലം പഴയ റോഡിൽ വൈനോട്ട് ബോട്ടിക് പ്രവർത്തനം ആരംഭിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തെരണിയിൽ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. KTGA തൊടുപുഴ മേഖലാ പ്രസിഡന്റ് അനസ് PSS ആദ്യ വിൽപ്പന നിർവഹിച്ചു. യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. പെൺകുട്ടികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് ചാരുതയേകാൻ പുതുപുത്തൻ ഫാഷൻ തുണിത്തരങ്ങളുമായി തൊടുപുഴയിൽ വൈനോട്ട് ബൊട്ടിക് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ അമ്പലം പഴയ റോഡിൽ സ്റ്റുഡിയോ ഔട്ട്ലെറ്റിന് എതിർവശത്തായിട്ടാണ് വൈനോട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പല മോഡലുകളിലുള്ള ചുരിദാർ സെറ്റുകൾ, തുണിത്തരങ്ങൾ, ലേഡീസ് ജീൻസുകൾ, സ്കേർട്ട് ആൻഡ് ടോപ്പുകൾ, കോട്ട് സെറ്റുകൾ, ഷോളുകൾ എന്നിവയുടെ കമനീയ ശേഖരമാണ് വൈനോട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തെരണിയിൽ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ശരത്തിന്റെ നേതൃത്വത്തിൽ വൈനോട്ട് എന്ന സ്ഥാപനം തൊടുപുഴയിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ശരത്ത് വളരെ നല്ലൊരു സംരംഭകനാണ്. 6 സംരംഭങ്ങളും നല്ല രീതിയിൽ പോകുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വളരുന്ന തൊടുപുഴയ്ക്ക് നല്ല ഫാഷനായിട്ടുള്ള ഡ്രസ്സുകൾ വളരെ വില കുറച്ച് ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഏതായാലും ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. KTGA തൊടുപുഴ മേഖലാ പ്രസിഡന്റ് അനസ് PSS ആദ്യ വിൽപ്പന നിർവഹിച്ചു. യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റ് റിയാസ് അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മിതമായ വിലയിൽ ഗുണമേന്മ കൂടിയ വസ്ത്രങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് സ്ഥാപന ഉടമകളായ ശരത്തും രാഹുലും BBC ന്യൂസിനോട് പറഞ്ഞു. നമ്മൾ തൊടുപുഴയിൽ പുതുതായിട്ട് വൈനോട്ട് എന്നൊരു സ്ഥാപനം ഓപ്പൺ ആയിട്ടുണ്ട്.
നമുക്ക് ഇത് 6ാമത്തെ ഷോപ്പാണ് ഈ ഓപ്പൺ ആയിരിക്കുന്നത്. നമുക്ക് മാവേലിക്കര, മാന്നാർ, തിരുവല്ല, പന്തളം, ഹരിപ്പാട് എന്നീ ഷോപ്പുകളും ബ്രാഞ്ചസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഈ ഷോപ്പ് തുടങ്ങിയേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും റീസണബിൾ പ്രൈസിലാണ് ഷോപ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ കോട്ടൺ കുർത്തീസ് 3 എണ്ണം 999 കൊടുക്കുന്നുണ്ട്. ഈ ടൈപ്പെല്ലാം വരുന്ന കോട്ടൺ കുർത്തീസ് എല്ലാം 3 പീസ് 999 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് വിത്ത് ലൈനിങ് ആണ് വരുന്നത്. 46 ലെങ്ത് വരും. നല്ല ഏറ്റവും നല്ല മെറ്റീരിയൽ വരുന്ന ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പാൻറ് എല്ലാം 99 രൂപയ്ക്ക് പാൻറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വെസ്റ്റേൺ ടോപ്സ് എല്ലാം 299 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ തന്നെ ഓൺ പ്രൊഡക്ഷനായിട്ടുള്ള കുർത്തീസുകളുണ്ട്. നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഞങ്ങളിപ്പം തൊടുപുഴയിൽ പുതിയതായിട്ട് ഇതെല്ലാം നമ്മൾ ഈ ഐറ്റംസ് എല്ലാം, ഈ കിടക്കുന്ന ഐറ്റംസ് എല്ലാം 99 രൂപയുടെ പാൻറ്റുകളാണ് വീട്ടിൽ ഇടുന്നത്. ടൈപ്പ് ഈ മേളിൽ കാണുന്ന ഈ ക്രോപ്പ് ടീഷർട്ടുകളെല്ലാം 299 രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വെസ്റ്റേൺ ടോപ്പുകളാണ് ഈ കിടക്കുന്നതെല്ലാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലുമുണ്ട്. 2 പീസ് 3 പീസ് എല്ലാം ഉണ്ട്. കോട്ട് സെറ്റുകൾ എല്ലാം 399 രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കോട്ട് സെറ്റ് ഉണ്ട്. 399, 499 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കോട്ട് സെറ്റുകളുണ്ട്. ഫങ്ഷൻ വെയറുകളുണ്ട്. എല്ലാം റീസണബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് 6 ഷോപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ്ങും യൂണിറ്റും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് എല്ലാം ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ, ഇതെല്ലാം മെറ്റീരിയൽസ് ആണ് ഇരിക്കുന്നത് മൊത്തം. ഇതെല്ലാം 2 പീസ് 3 പീസ് ടോപ്സ് എല്ലാം ആണുള്ളത്. എല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മോഡലുകൾ, ഇപ്പോഴത്തെ ട്രെൻഡി ഐറ്റംസുമാണ്. നിങ്ങൾ ഒരു വട്ടം വിസിറ്റ് ചെയ്യുക, അതുപോലെ വന്ന് പർച്ചേസ് ചെയ്യുക. താങ്ക് യു. മാവേലിക്കര, ഹരിപ്പാട്, തിരുവല്ല, പന്തളം, മാന്നാർ എന്നിവിടങ്ങളിലും ഇവർക്ക് ഷോപ്പുകളുണ്ട്. ഇതൊരു 3 പീസ് ടോപ്പാണ്. പ്യുവർ കോട്ടൺ വിത്ത് റയോൺ വരുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ടോപ്പിൽ മേളിൽ ചെറിയൊരു വർക്കുണ്ട്. പ്യുവർ റയോണിൻ്റെ തന്നെ നല്ല ഷോളാണ്. നല്ല ലെങ്ത് വരുന്ന ഷോളാണ്. പ്യുവർ കോട്ടൺ റയോൺ മിക്സാണ്. കളർ ഗ്യാരണ്ടി ഒക്കെ ഉണ്ട്. അതിൻ്റെ പാൻറ് കൂടെ വരുന്നത്. ഈ 3 പീസ് ഒക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള ഐറ്റംസാണ്. നല്ല ജയ്പൂർ കോട്ടൺ 3 പീസാണ്. ടോപ്പും ബോട്ടം ഷോളും വരും. ഇത് ടോപ്പ്, ഇത് ബോട്ടം. ഇത് സൂപ്പർ ജയ്പൂർ കോട്ടണിൽ, പ്യുവർ കോട്ടണിൽ വരുന്ന ഷോളാണ്. ആനക്കയത്തിന് സമീപം MVIP തടാകത്തിനോട് ചേർന്ന് റോഡ് സൈഡിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഇവിടെ ചിലർ മാലിന്യങ്ങൾ ഇടുകയും അവരെ കണ്ടെത്തി പിഴ അടപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് CCTV ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായതാണ്. എന്നാൽ അധികൃതർ ഇതുവരെ ക്യാമറ സ്ഥാപിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആലക്കോട് പഞ്ചായത്തിലെ 8ാം വാർഡിലെ ഒരു കാഴ്ചയാണ്. തലയനാട് നിന്നും പരിപ്പിൻകര വഴി വയനക്കാവിന് പോകുന്ന വഴിയിൽ ആനക്കയത്തിന് സമീപം MVIP തടാകത്തോട് ചേർന്ന് റോഡ് സൈഡിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരോ നിക്ഷേപിച്ച മാലിന്യങ്ങളാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുകയും അവരെ കണ്ടെത്തുകയും പിഴ അടപ്പിക്കുകയും ചെയ്തതാണ്. പഞ്ചായത്ത് അധികാരികളോട് ഇവിടെ CCTV ക്യാമറ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടപടിയായിട്ടില്ല. നാട്ടിലുള്ള CCTV നോക്കിയാണ് പലതവണ ഇവരെ പിടികൂടി ഫൈൻ അടിക്കാൻ സാധിച്ചത്. എത്രയും പെട്ടെന്ന് തന്നെ MVIP ഭാഗത്ത് CCTV ക്യാമറ സ്ഥാപിച്ച് ഇതിനൊരു പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തടാക തീരത്തായതുകൊണ്ട് മഴ പെയ്യുമ്പോൾ ഈ മാലിന്യമെല്ലാം തടാകത്തിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഈ തടാകത്തിൽ നിന്നുമാണ് ഹില്ലി അക്വ ഉൾപ്പെടെ പല കുടിവെള്ള പദ്ധതികൾക്കും ജലം ശേഖരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. പെരിയാർ കടുവ സങ്കേതത്തിൽ വനംവകുപ്പിന്റെ പ്രത്യേക സംരക്ഷണത്തിലുള്ള പെൺകടുവ മംഗളയെ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. കാഴ്ച പരിമിതിയുള്ള കടുവയെ വിദഗ്ധ ചികിത്സയ്ക്കായി വ്യാഴാഴ്ച രാത്രിയാണ് പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിനുള്ളിലാക്കി വാഹനത്തിൽ കൊണ്ടുപോയത്.
2020 നവംബറിലാണ് 2 മാസം മാത്രം പ്രായമുള്ള പെൺകടുവയെ വനവകുപ്പ് വാച്ചർമാർക്ക് മംഗളാദേവി ക്ഷേത്ര പരിസരത്ത് നിന്ന് ലഭിച്ചത്. മംഗളാദേവി ക്ഷേത്രത്തിന്റെ പക്കൽ നിന്ന് ലഭിച്ചതിനാലാണ് മംഗള എന്ന് ഇതിന് പേരിട്ടത്. കാഴ്ച പരിമിതിയുള്ളതിനാൽ സ്വതന്ത്രമായി കാട്ടിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് വനവകുപ്പ് കണ്ടെത്തിയിരുന്നു. വിദേശത്ത് നിന്ന് മരുന്നെത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും കാഴ്ച പൂർണ്ണമായി ലഭിച്ചില്ല. തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. മംഗളയെ 6 വർഷമായി പരിചരിക്കുന്ന വാച്ചർ റോയി എബ്രഹാമും ഒപ്പമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ VD സതീശന് അനുകൂല പ്രകടനം നടത്തിയ 4 പ്രാദേശിക നേതാക്കളെ പാർട്ടി പദവികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി DCC നേതൃത്വം അറിയിച്ചു. കൺസർവേറ്റീവ് ആൻഡ് എൻഡോഡോണ്ടിക് സൊസൈറ്റി ഓഫ് കേരള സംഘടിപ്പിക്കുന്ന സീസോക് മിഡ് ടേം കോൺഫറൻസും PG കൺവെൻഷനും മെയ് 9 മുതൽ 10 വരെ അല്ലസർ ഡെന്റൽ കോളേജിൽ നടക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എൻഡോമെട്രിയോസിസ് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് കാരിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം പച്ചടി ഇരട്ട കൊലപാതക കേസിലെ പ്രതി സജി 8 വർഷം മുൻപ് കാണാതായ പിതാവിനെ കൊലപ്പെടുത്തിയത് സംശയം. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.